ചെങ്കോട്ടയ്ക്ക് മുന്നിൽ സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമ്മർ നബിയുടെ പുൽവാമയിലെ വീട് സുരക്ഷാ ഏജൻസി തകർത്തു. ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനയുടെ ഭാഗമാണ് ഉമ്മർ എന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. കുടുംബാംഗങ്ങളെ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് മാറ്റിയിരുന്നു. ഇന്ന് പുലർച്ചെയാണ് വീട് തകർത്തത്. ബന്ധുക്കളിൽ ചിലർ പോലീസ് കസ്റ്റഡിയിലാണ്. ചെങ്കോട്ടയിൽ പൊട്ടിത്തെറിച്ച കാർ ഓടിച്ചിരുന്നത് ഡോക്ടർ ഉമർ നബിയാണെന്ന് കുടുംബാംഗങ്ങളുടെ DNA സാമ്പിളുമായി ഒത്തുനോക്കി സ്ഥിരീകരിച്ചിരുന്നു. ചെങ്കോട്ട കാർ സ്ഫോടനത്തിൽ ഉൾപ്പെട്ട സംഘം 4 നഗരങ്ങളിൽ കൂടി ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നുവെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. LNJP ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ബിലാൽ എന്നയാൾ കൂടി മരിച്ചതോടെ ചെങ്കോട്ട സ്ഫോടനത്തിൽ മരണം 13ആയി. ഡോക്ടർ ഉമറും അറസ്റ്റിലായ ഡോക്ടർ മുസമ്മിൽ അഹമ്മദ് ഗനായി, ഡോക്ടർ ഷഹിൽ സയ്യിദ്, ഡോക്ടർ ആദിൽ അഹമ്മദ് എന്നിവരും സ്വിറ്റ്സർലൻഡിലെ എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് ആപ്ലിക്കേഷനിലൂടെ ഭീകര സംഘവുമായി ആശയവിനിമയം നടത്തിയിരുന്നുവെന്നും 26 ലക്ഷത്തിലേറെ രൂപ സമാഹരിച്ചിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. അറസ്റ്റിലായവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ UPയിലെ ഹാംപൂർ GS മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഫറൂഖ്, കാൺപൂർ GSVM മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി DM വിദ്യാർത്ഥി ഡോക്ടർ മുഹമ്മദ് ആരിഫ് മിർ എന്നിവരെയും കസ്റ്റഡിയിലെടുത്തു. ഡോക്ടർ ഷഹീൻ സയ്യിദ് സെപ്റ്റംബർ 25-ന് വാങ്ങിയ കാർ ഫരീദാബാദ് ദൌജിലെ അൽ ഫലാഹ് സർവകലാശാല ക്യാമ്പസിൽ നിന്നും കണ്ടെത്തി. ഉമർ വാങ്ങിയ മറ്റൊരു കാർ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ആക്രമണ പദ്ധതിയുടെ ഭാഗമായി ഇവർ കൂടുതൽ കാറുകൾ വാങ്ങിയിരുന്നോ എന്ന് പരിശോധിക്കുകയാണ്. സമാഹരിച്ച തുക സൂക്ഷിക്കുവാനും സ്ഫോടക വസ്തുക്കൾ വാങ്ങുവാനുമായി ഉമറിനെ ഏൽപ്പിച്ചിരുന്നുവെന്നാണ് കണ്ടെത്തൽ. ഇതിൽ 3 ലക്ഷം രൂപയ്ക്ക് ഗുരുഗ്രാം, നൂഹ് എന്നിവിടങ്ങളിൽ നിന്ന് 26 ക്വിന്റൽ NPK വളം വാങ്ങി. സ്ഫോടനങ്ങൾക്കുള്ള IED നിർമ്മാണത്തിന് ഇതുപയോഗിക്കാറുണ്ട്. അതേസമയം ചെങ്കോട്ട സ്ഫോടനത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. ജെയ്ഷയുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന ഭീകരർ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു. യാത്രയ്ക്ക് സൗകര്യം ഒരുക്കിയത് ശ്രീനഗറിൽ പിടിയിലായ ആദിൽ റാത്തറുടെ സഹോദരൻ മുസാഫറാണെന്നാണ് വിവരം. ശ്രീനഗറിൽ പിടിയിലായ ആദിൽ റാത്തറെ ചോദ്യം ചെയ്തപ്പോഴാണ് നിർണായക വിവരം ലഭിച്ചത്. ഇയാളുടെ സഹോദരൻ മുസാഫർ റാത്തറാണ് ഭീകരർക്ക് ദുബായ്, തുർക്കി, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ പോകുവാൻ സൗകര്യം ഒരുക്കിയത്. മുസാഫർ റാത്തറിന് ജെയ്ഷയുമായി അടുത്ത ബന്ധമാണുള്ളത്. സ്ഫോടനത്തിൽ NIA അന്വേഷണം ഊർജിതമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ ചോദ്യം ചെയ്യുവാനാണ് നീക്കം. പ്രതികളുടെ ഉടമസ്ഥതയിൽ കൂടുതൽ കാറുകൾ ഉണ്ടോയെന്നും NIA പരിശോധിക്കും. പിടിച്ചെടുത്തതിന് പുറമെയുള്ള സ്ഫോടക വസ്തുക്കൾ ഹരിയാനയിൽ പലയിടത്തും സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ദില്ലിയിൽ സ്ഫോടനത്തിന് 2022 മുതൽ ആസൂത്രണം ആരംഭിച്ചെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം.